പെൺകരുത്ത് ഈ ഒരു വാക്കിനെ അന്വർത്ഥമാക്കുന്ന പല ആക്ടിവിറ്റീസും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അല്ലേ. എന്നാൽ വലിയശാല വാർഡിലും നമുക്ക് അത്രയും അഭിമാനം തരുന്ന ഒരു വ്യക്തിയുണ്ട്. ശീതൾ പാർവതിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീസ് എ റെസ്ലിംഗ് ചാമ്പ്യൻ. ചുമ്മാ പറഞ്ഞാൽ പോരാ കേട്ടോ. ഇപ്പോൾ ഇന്റർ കോളേജിയേറ്റ് വിമൻ ചാമ്പ്യൻഷിപ്പിലും ആള് ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറയാതെ നമുക്ക് ശീതളുടെ അടുത്ത് നിന്ന് തന്നെ കേൾക്കാം. ആ പെൺകരുത്തിനെ ഇപ്പോൾ എന്താ പറയുന്നത് വേറൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ ശീതൾ, ഹൗ ഡു യു ഫീൽ? എങ്ങനെയുണ്ട്? നല്ല സന്തോഷമുണ്ട്. അതായത് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഗോൾഡ് കിട്ടിയിരിക്കുന്നത്. കുറെ ദിവസം ആറ്റിങ്ങിലാണ് ട്രെയിനിങ് ചെയ്യുന്നത്. ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ, അത്രയും ദൂരം പോയി വീടൊക്കെ എത്തുമ്പോൾ രാത്രിയാവും. അപ്പോ സന്തോഷമുണ്ട്, ഇത്രയും പ്രയത്നിച്ചതിന് ബലം കിട്ടിയല്ലോ, അപ്പൊ സന്തോഷമുണ്ട്. അപ്പം പൊതുവെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് മോള് ഇതുപോലത്തെ കാര്യങ്ങളിൽ പോവാണ്. അപ്പോൾ വീട്ടിലത്തെ സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. എന്നെ അച്ഛനും അമ്മയും തന്നെയാണ് ഇതിന് വിട്ടത്. ആക്ച്വലി ഞാൻ പറഞ്ഞു പോണം, നിന്റെ ഇഷ്ടം, ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പൊ ഈ ഒരു ഏജിൽ റെസ്ലിംഗ് ചാമ്പ്യൻ ഗോൾഡ് മെഡൽ വിന്നർ ആണ്. അപ്പം അതിനു വേണ്ടിയുള്ള പ്രയത്നം ഇപ്പൊ ആറ്റിങ്ങലിൽ പോയി ട്രെയിനിങ് ഉണ്ട്. അപ്പൊ കുഞ്ഞിലെ മുതലുള്ള ആ ഒരു പ്രാക്ടീസിങ് അതൊക്കെ എങ്ങനെയാണ്? ഞാൻ 8th ആക്ച്വലി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഹോസ്റ്റലിൽ കയറുന്നത്. 8th മുതൽ +2 വരെ ആറ്റിങ്ങൽ എന്നെ ഹോസ്റ്റലിലായിരുന്നു. +2 കഴിഞ്ഞപ്പോഴത്തേക്കും ഡിഗ്രി കയറിയപ്പോ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി, ബട്ട് സ്റ്റിൽ അവിടെ തന്നെ പ്രാക്ടീസിന് പോകുന്നു. ഇപ്പൊ ഡിഗ്രി എന്താ ചെയ്യുന്നത്? BSc കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയർ. അപ്പം ഈ പഠിത്തവും ഈ റെസ്ലിംഗും എല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അതൊക്കെ ഒരു നാക്ക് കിട്ടി. ഇപ്പൊ കുറച്ച് ദിവസം ആയപ്പോഴത്തേക്കും പഠിത്തവും സ്പോർട്സും കൂടെ മാനേജ് ചെയ്യാനുള്ള ഒരു ടൈം മാനേജ്മെന്റ് പഠിച്ചു വന്നു. അപ്പൊ ഇന്ന് നമ്മുടെ വലിയശാല ശ്രീ കണ്ണൻ ഭജൻ മണ്ഡലിയുടെ 70th ഇയർ അവരതിന് സ്റ്റെപ്പിംഗ് ഇൻ ടു 70th ഇയർ ആണ്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഫെലിസിറ്റേഷൻ കിട്ടുക അത് വലിയൊരു കാര്യമാണ്. ഹൗ ഡു യു ഫീൽ? നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഫസ്റ്റ് മെഡൽ കിട്ടിയ ഫസ്റ്റ് ഫെലിസിറ്റേഷൻ തന്നത് ഇവര് തന്നെയാണ്. അപ്പൊ അതിന് സന്തോഷമുണ്ട്. ഇനി ഇവിടെ ഫുട്ബോൾ പ്ലേയേഴ്സിനൊക്കെ നമ്മൾ ജേഴ്സിയും ക്യാപ്പും ഒക്കെ കൊടുക്കുന്നല്ലോ, അതിൽ സന്തോഷമുണ്ട്. അല്ല, ഒരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ. റെസ്ലിംഗ് ആണ്, അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കളിയാക്കാറുണ്ടോ? ഇവളുടെ അടുത്ത് നിന്ന് ഇടി കിട്ടുമോ, അങ്ങനെയൊക്കെയാണോ പറയാറ്? സ്വാഭാവികം, എപ്പോഴും കിട്ടാറുണ്ട്. അപ്പൊ താങ്ക് യു. ഇനിയും ഈ ഗോൾഡ് മെഡലിൽ നിൽക്കരുത് കേട്ടോ. നമ്മുടെ നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ ശീതൾ അറിയപ്പെടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.